ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പള പച്ചടിയാണ്. അതിനാവശ്യമുള്ളത് കുമ്പളം വളരെ നൈസായിട്ട് അരിഞ്ഞത് കുറച്ച്, പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിയത്, ഇഞ്ചി, കടുക് പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് തൈര്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് പച്ചമുളക്, കുമ്പളം അരിഞ്ഞ് വെച്ചത്, പിന്നെ ഇഞ്ചി, ഇതൊക്കെ ചേർത്ത് അടച്ച് വെച്ച് ചെറിയ ചൂടിൽ ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ തന്നെ അങ്ങ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കുമ്പളം ഉടഞ്ഞു പോകും വെന്ത്. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് അരച്ച് വയ്ക്കുന്നുണ്ട്. ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തൈര് ചേർക്കുക. അധികം പുളിയുള്ള തൈരല്ല, മീഡിയം പുളിയുള്ള ഒരു കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുക്, ജീരകം, അത് രണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യുക. അത് നമ്മൾ ചേരണം, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ശേഷം കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. മിക്സ് ചെയ്ത് തൈര്, തേങ്ങ, ജീരകം, കടുക്, ഇത് മൂന്നും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെയും ഉപ്പ്, തൈരിന് പുളിപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ, പുളിപ്പ് കുറഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. വല്ലാതെ ലൂസാവരുത്, കുറുകി ഇരിക്കുന്ന പച്ചടിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 4 ഉണക്കമുളകും കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അത് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. തൈര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പച്ചടി റെഡിയായി കേട്ടോ.